പ്രശാന്ത് MLAയും ശ്രീലേഖ IPSൻ്റെ വാക്പോരുകൾ കേരളം മുഴുവൻ കണ്ടു. തിരുവനന്തപുരം നഗരസഭയിലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി 2-3 തവണയായി CPMൻ്റെ കോർപ്പറേഷൻ ചെയർമാനായിരുന്നു. ഇപ്പോൾ ആ അഴിമതി നിറഞ്ഞ കോർപ്പറേഷൻ ഭരണത്തിനൊരു മാറ്റം വന്നിരിക്കുന്നു. അവിടെ ഇപ്പോൾ CPMൻ്റെ ഭരണം നഷ്ടപ്പെട്ടു. അവർക്ക് ഏകദേശം 29 പേര് മാത്രമേ കൗൺസിലർമായിട്ട് അവിടെ ഉള്ളൂ. 50 പേരോളം BJPയുടെ കൗൺസിലർമാർ വന്നു. 51 ഉണ്ടെങ്കിലേ ഭൂരിപക്ഷം ആകുള്ളൂ. എന്തായാലും ഒരു സ്വതന്ത്ര പിന്തുണ അവർക്കുണ്ട്. VV രാജേഷ് അദ്ദേഹം കോർപ്പറേഷൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് എല്ലാവർക്കും അവരവരുടെ വാർഡിൽ ഓഫീസുണ്ട്. ശാസ്തമംഗലം കൗൺസിലറായിട്ട് ശ്രീലേഖ IPS തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം ശാസ്തമംഗലം കൗൺസിലർ ഓഫീസ് അവിടെ തന്നെ ഉണ്ട് ശാസ്തമംഗലത്ത്. പക്ഷേ അതിൻ്റെ ഭൂരിപക്ഷം കയ്യേറിയിരിക്കുന്നത് പ്രശാന്ത് MLA ആണ്. അവിടെ വന്ന് തൻ്റെ ഓഫീസ് പരിശോധിച്ചപ്പം ഒരു ഇടുങ്ങിയ മുറിയും കുറേ വേസ്റ്റും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങാപ്പുറത്തെ ഭൂരിപക്ഷം പ്രദേശങ്ങളും ബാത്റൂം ഉൾപ്പെടെയുള്ളതെല്ലാം പ്രശാന്ത് MLA ആണ് വർഷങ്ങളായിട്ട് ആ ഓഫീസ് ഉപയോഗിക്കുന്നത്. ഏതായാലും ആ ഓഫീസ് ഒഴിഞ്ഞു തരണം എന്ന് സഹോദരതുല്യത്തോടെ സ്നേഹബുദ്ധിയ ശ്രീലേഖ പ്രശാന്തിനടുത്ത് സംസാരിച്ചു. അദ്ദേഹം അത് ഒഴിയില്ല എന്ന് പറഞ്ഞു. എന്തായാലും അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിവാദമായി. ഇങ്ങനെ ഓഫീസ് ഒഴിയണം, MLA ഓഫീസ് ഒഴിയണം എന്ന് കൗൺസിലർ പറഞ്ഞെന്ന് ഉള്ള വാർത്ത പ്രശാന്ത് MLA തന്നെ പുറത്തുവിട്ടു. ശ്രീലേഖ പറഞ്ഞത്, ഞാൻ സ്നേഹബുദ്ധിയ സഹോദരതുല്യമാണ് അദ്ദേഹത്തിനോട് സംസാരിച്ച് ഒന്ന് ഒഴിഞ്ഞു തരണം, എനിക്കിരിക്കാൻ സ്ഥലമില്ല. ശാസ്തമംഗലം കൗൺസിലർ എന്ന് പറഞ്ഞാൽ ശാസ്തമംഗലം വാർഡിൽ അതിന് പ്രത്യേക ഓഫീസുണ്ട്. ആ ഓഫീസ് ഭൂരിപക്ഷവും ഏരിയ ഇപ്പോൾ പ്രശാന്ത് MLA ആണ്. അദ്ദേഹത്തിന് ശാസ്തമംഗലത്ത് ഒരു ഓഫീസ് ആവശ്യമില്ല. അദ്ദേഹം MLA ഈ അസംബ്ലി എല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഭാഗമാണ്. അവിടുത്തെ MLA ആണ്. അദ്ദേഹത്തിന് MLA ഓഫീസ് ഉണ്ട്. അതിന് പുറമെയാണ് കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൻ്റെ ഓഫീസ് കയ്യേറിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, തന്നെ 872 രൂപ വാടക കൊടുക്കുന്നുണ്ട് കോർപ്പറേഷൻ, ചുമ്മാ അത് ഓസിലല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ പിന്നീട് വന്ന വാർത്തകൾ അതിന് ഒരു MLAക്ക് ഒരു ഓഫീസ് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി തുടങ്ങാൻ 25,000 രൂപ കിട്ടും. അപ്പോൾ 25,000 രൂപ പ്രശാന്ത് MLA വാങ്ങിച്ചുകൊണ്ടായിരിക്കുന്നതെന്നാണ് ആക്ഷേപം വന്നിരിക്കുന്നത്. 872 രൂപയ്ക്ക് കോർപ്പറേഷൻ്റെ മുറി കൈവശപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 24,200 രൂപ അടുത്ത് അദ്ദേഹം എല്ലാ മാസവും ഇതിൽ നിന്ന് ആദായം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ശരിയെങ്കിൽ 872 രൂപ കഴിച്ച് അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ പ്രശാന്ത് MLA ബാക്കി പൈസ കോർപ്പറേഷനിൽ തിരിച്ചടയ്ക്കുന്നതാണ് നല്ലത്. പക്ഷേ 25,000 രൂപ മാസം കിട്ടുമ്പോൾ 872 രൂപയ്ക്ക് വാടകയ്ക്ക് കോർപ്പറേഷൻ കൊടുത്തിട്ട് ബാക്കി പൈസ പോക്കറ്റിലാക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നല്ല സത്യസന്ധനായ അദ്ദേഹം പ്രശാന്ത് പൊതുവേ നല്ല പേരും പെരുമയുള്ളൊരു MLA തന്നെയാണ്. എല്ലാ കാര്യത്തിൽ ഇടപെടും, സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ കുറേ നീക്കും എന്നാണ് മനസ്സിലാകുന്നത്. സൗമ്യനാണ്, നല്ലതായിട്ട് സംസാരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഇവിടെ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞത് പലർക്കും പിടിച്ചില്ലെങ്കിലും അതിന് 25,000 രൂപ വാടക അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഇവിടെ കോർപ്പറേഷൻ്റെ ഈ ബിൽഡിങ് കയ്യേറിയിട്ട് 872 രൂപ വാടക കൊടുക്കുന്നുണ്ടെന്നൊക്കെ വാർത്ത വരുന്നത് തീർച്ചയായിട്ടും അത് നല്ലതല്ല. ഏതായാലും ഇപ്പം അദ്ദേഹം ഒരു തീരുമാനം എടുത്തിരിക്കുന്നു, എനിക്ക് താൻ അവിടുന്ന് മാറിക്കൊടുക്കാം. അദ്ദേഹം ശാസ്തമംഗലത്തിനടുത്ത് മരുതൻകുഴിയിലെ ഒരു ഓഫീസ് അവിടെ തുടങ്ങാൻ പോകുന്നു, അങ്ങോട്ട് മാറാം എന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല കാര്യം തന്നെ. കാരണം കോർപ്പറേഷൻ കൗൺസിലർ ഇരിക്കേണ്ട സ്ഥലമാണ്. ആ കൗൺസിലറെ ആ മുറിയെല്ലാം കാണിച്ചു, നിറയെ വേസ്റ്റ് സാധനങ്ങൾ അട്ടിയടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ ഇടയ്ക്കാണ് ശ്രീലേഖയെ പോലെയുള്ളൊരു കൗൺസിലർ കുത്തിയിരിക്കുന്നത്. എന്ത് ചെയ്യാനൊക്കും? അതുകൊണ്ടാണ് അവർ അത് പറഞ്ഞത് ഒഴിഞ്ഞു തരണം. പക്ഷേ അദ്ദേഹം വിമുഖത കാണിച്ചു, പറ്റില്ല എന്ന് വന്നു.
പക്ഷേ പിന്നീട് ഇപ്പം തീരുമാനം മാറ്റിയിരിക്കുന്നു. കാരണം അത് നിലനിൽക്കത്തില്ല കേസ് കൊടുത്താൽ. കാരണം കൗൺസിലറെ ബിൽഡിങ്ങാണ്, അവിടെ ഒരു MLA വന്ന് കയറിയിരിക്കുന്നത് ശരിയല്ല. നിയമപരമായിട്ട് നോക്കുമ്പം അദ്ദേഹം ഇറങ്ങി കൊടുക്കേണ്ടി വരും. അത് തന്നെയല്ല, ഇപ്പം നമുക്കറിയാമല്ലോ ആന്റണി രാജു MLAയുടെ അവസ്ഥ. കാരണം അതുകൊണ്ട് സൂക്ഷിക്കണം, MLAക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത. ഏതായാലും നല്ല ബുദ്ധി തോന്നി അദ്ദേഹം അവിടുന്ന് ഇറങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞതായിട്ടാണ് നല്ല കാര്യം. അദ്ദേഹം മരുതൻകുഴിയിലെ ഓഫീസ് തുടങ്ങാൻ പോകുന്നു. അവിടെ ആകുമ്പം 10-25,000 രൂപ കൊടുത്താൽ നല്ല ഓഫീസ് മുറി കിട്ടും, നല്ല ബിൽഡിംഗ് കിട്ടും എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് ഓഫീസ്, വിസ്തൃതമായ ഓഫീസ് വേണം. അതുകൊണ്ട് ധാരാളം ക്ലയൻസ് ഉള്ളതാണ്. തിരുവനന്തപുരം സിറ്റിയുടെ ഭാഗത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ, പോപ്പുലേഷൻ കൂടുതലാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം നല്ല തീരുമാനം, അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിനെ. കാരണം അതൊരു കൺഫ്രണ്ടേഷനിൽ പോകാതെ കൗൺസിലറെ ഓഫീസ് അങ്ങ് വിട്ടുകൊടുക്കുക, MLA സ്വന്തമായിട്ടൊരു ഓഫീസ് വാടകയ്ക്കെടുത്ത് ഭരണകാര്യങ്ങളിൽ തൽപരനായി മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന.